നമ്മുടെ കല്ലാട്ടുമുക്ക് കല്ലാട്ട് നഗറിലെ ഒരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ്. 7.5 സെൻറ്റും വീടുമുണ്ട്. 7.5 സെൻറ്റും വീടുമുണ്ട്. ഇത് കണ്ടല്ലോ, 5 ബെഡ്റൂം 6 ബെഡ്റൂമുണ്ട്. ഒരു 4-5 വണ്ടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. ഇതാണ് വീടിൻ്റെ ഒരു രീതി. കാണാമല്ലോ അല്ലേ? താല്പര്യപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വീട് അകത്തുനിന്ന് കാണാനുള്ള സംവിധാനം ചെയ്യാം. ഓ, നേരത്തെ പെർമിഷൻ എടുക്കണം, എന്നാൽ മാത്രമേ തുറന്ന് കാണാൻ പറ്റുകയുള്ളൂ. അതോട്ട് കറികളാണ്. ഇതാണ് വീട്. ഉണ്ടല്ലോ, കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ട്. ഇതിപ്പം നല്ല രീതിയിൽ പണി ചെയ്ത് അതിന് ശേഷം രണ്ടാമത് പണി ചെയ്തതാണ്. വെറുതെ ഇട്ടിരിക്കുന്ന വീടല്ല, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ താമസമുള്ള വീടാണ്. ഇത് വർഷങ്ങളായിട്ട് അടച്ചിട്ടിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതല്ല. താഴെ ഒരു ബെഡ്റൂം. താഴെ സാധാരണ ഒരു ബെഡ്റൂമാണ്. ഇത് കാണാമല്ലോ, ഉണ്ടായിരുന്നത് കെട്ടിയത്. കാര്യം പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് കയറാൻ പാടില്ല. അപ്പോൾ ഇതാണ് വേണ്ട ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ചെറിയ ബെഡ്റൂമല്ല, മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും വലുതാണ്. ഒരു ഹാളിൻ്റെ പകുതിയുള്ള ബെഡ്റൂം കാണാമല്ലോ അല്ലേ? ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം. കണ്ടല്ലോ, ഒന്നും വെറുതെ ചെയ്തിരിക്കുന്നതല്ല, ഭംഗിയായിട്ട് ഡീസൻ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ്. താമസിക്കുന്നതിന് വേണ്ടി വിൽക്കാനുള്ള യാതൊരു പ്ലാനിങ്ങും ഉള്ള ആൾക്കാരല്ല. എല്ലാം കൂടെ 2-3 വീടിങ്ങനെ നോക്കാനുള്ളൊരു പാട് കൊണ്ടാണ് ഇപ്പോൾ ഇത് സെയിലിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഉമ്മ ഒറ്റയ്ക്ക് നിന്ന് ഉമ്മയ്ക്കും വിഷമം, മക്കൾക്കും വിഷമം. സ്റ്റോർ റൂം എല്ലാവർക്കും വിഷമം. അപ്പം ഉമ്മയും കൂടെ നമ്മളങ്ങ് ഒരുമിച്ച് കൂട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ സെയിലെന്ന് വിചാരിക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെ ചവറൊന്നുമില്ല. ഇത്രയും വലിയ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വലിയ പാടല്ലേ? നല്ലതായി. ഇവിടെ ഉണ്ട് കോമൺ ബാത്റൂം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ കൂട്ടിയിരിക്കുകയാണ്. കോമൺ ബാത്റൂം വേണ്ട, കോമൺ ബാത്റൂമുണ്ട്. അടിപൊളി ഒരു കരിയപ്പല. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ പേരെന്തോന്നു. എല്ലാം നല്ല ഫലവൃക്ഷങ്ങളാണ് നിൽക്കുന്നത്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീട്. പൈസ ചിലവാക്കുമ്പോൾ അതിനനുസരണമായ ഒരു വീടായിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ എവിടെയെങ്കിലും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഥയില്ല. ആ വീട് എടുക്കുകയും ആ വീട്ടിൽ താമസിക്കുകയും. ഓ ഓ ഓ ഓ ഓ കണ്ടോ, ഇത് മനോഹരമായിട്ട് ചെയ്തിരിക്കണം. നോക്കണം, പിന്നെ മുകളിലോട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ മുകളിലും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് കണ്ടേക്കാം. ഇത്രയും കണ്ട ശ്രദ്ധിക്കാതെ നോക്കിയേക്കും. മോൾ സെയിം ഡിറ്റോ അല്ല, ചെറിയ വ്യത്യാസം. താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു, 3. വേണ്ട, ഇത്രയും മതി. ഇത് തന്നെ ധാരാളം. 3, 4 ഹാളുണ്ടല്ലോ. ഒരു ഫങ്ഷൻ നടക്കാനുള്ള സൗകര്യമുണ്ട് ഹാളിന്. അടുത്ത ബെഡ്റൂം അതും അറ്റാച്ച്ഡ്. വീട് വാങ്ങിക്കുന്നെങ്കിൽ പൈസ ചിലവാക്കുമ്പോൾ ഇതുപോലത്തെ വീട് വാങ്ങിക്കണം. അല്ലാതെ എവിടെയും കൊണ്ടെങ്കിൽ 1-2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് കാര്യമില്ല. 5 കോടി രൂപ ചിലവാക്കിയിട്ട് കാര്യമുണ്ട്.
ഇത് കണ്ടല്ലോ, ഇതാണ് ഈ വീടിൻ്റെ ഒരു ഷോർട്ട് സ്പാൻ. ഇനി നേരിട്ട് കാണണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഈ വാട്സപ്പ് കാരണം ഈ നമ്പർ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ വേറെ ഞാൻ ഇട്ടേക്കാം. പഴയ നമ്പർ അച്ഛനും കൊടുക്കും. പുള്ളിയുടെ കയ്യിൽ പുള്ളിയുടെ പേരുള്ള വാട്സപ്പ് ഇതാണ് വീട്. ഏകദേശം വീട് കണ്ടതുപോലെ ആയല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ, താങ്ക് യു. മൊത്തം